Good morning, all. Good morning, ma'am. 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 Okay, good morning. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അല്ലെ, ലേബർ റൂമിന്റെ ഒരുപാട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണും. ഇനി നമുക്ക് നെക്സ്റ്റ് അല്ലെ ഭാഗം എടുക്കാനുള്ളത് എന്താണ്, നമുക്ക് അറിയാവുന്ന കുറച്ച് അല്ലെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കവർ ചെയ്യാനുള്ളൂ. നോക്കാം എന്താണ് പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. അത് തുടങ്ങിയാണ് എടുക്കാനുള്ളത് അല്ലേ, ശരിയല്ലോ? ഹലോ, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? അവരുടെ ലേബർ റൂമൊക്കെ എടുത്തോ? വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കഴിഞ്ഞ ക്ലാസ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ? ഒരു മെസ്സേജും ഇല്ല. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരണം ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്? എന്താണ് പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. അതായത് അവിടെ നമ്മൾ കണ്ടിരുന്നു കുട്ടികളുടെ കാര്യം അല്ലെ, അവർക്ക് നല്ല ഒരു കെയറിങ് ആണ് നമ്മൾ മോസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ എന്താണ് ലേബർ റൂമിലുണ്ടായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. നമ്മള് കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മസ്റ്റ് ആയിട്ടും എന്താണ് അവിടെയുള്ള വർക്കേഴ്സ് എല്ലാവരും തന്നെ, സ്റ്റാഫുകളെല്ലാം തന്നെ എന്താണ് കൈ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യണം. ദെൻ റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ, അമ്മയോട് ചേർത്ത് അല്ലെ. കുട്ടിക്ക് പുതിയ കുട്ടി അല്ലെ, ന്യൂജൻ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ചൂട് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലെ. അപ്പൊ ആ അമ്മയോട് ചേർത്ത് തന്നെ കിടത്താനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്, അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. നെക്സ്റ്റ് കീപ്പിംഗ് ദ ബേബി വാം അല്ലെ. അതേമാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വെറുതെ കുട്ടിയെ ചേർത്ത് അമ്മയോട് കൂടി ചേർത്ത് കിടത്തുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളല്ലേ ടവലിലോ അല്ലെങ്കിൽ ടർക്കികളൊക്കെ പൊതിഞ്ഞ് തന്നെയാണ് ചൂടോട് കൂടിയിട്ടാണ് കുട്ടിയെ അമ്മയോട് കൂടി ചേർത്ത് കിടത്തുന്നത്. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്, കീപ്പിംഗ് ദ ബേബി വാം. എപ്പോഴും ഒരു ചൂട് അല്ലെ അത് അനുഭവപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then extra care should be taken to the temperature in preterm and ലോ ബർത്ത് വെയിറ്റ് ബേബി. എന്താണ് LBW കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആ ഒരു ഫുൾ ഫോം എഴുതി വെച്ചോളൂ. എന്താണ് ലോ ബർത്ത് വെയിറ്റ്? നോട്ട് ചെയ്തോ? നെക്സ്റ്റ് ഇത് പറയുന്നത് കീപ് ദ, അതായത് എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീറ്റേം ആൻഡ് ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രീമേച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെ, മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി കെയർ കൊടുക്കേണ്ടത്. കാരണം എന്തുകൊണ്ട് അവരുടെ ബോഡി നാച്ചുറലി അല്ലെ, നമുക്കറിയാം ഒരു 9 month 9 അല്ലെ ഡേയ്സും കൂടി കഴിഞ്ഞാണ് സാധാരണ നോർമലി ബർത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് വളരെയധികം നേരത്തൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ലോ ബർത്ത് വെയിറ്റ്, LOW ബർത്ത് BIRTH വെയിറ്റ്. ആരെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാതെ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ വരുമ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം അതിലേക്ക് കാശി. ഓക്കെ, ലോ ബർത്ത് വെയിറ്റ്. അപ്പൊ അതില് പ്രധാനമായിട്ടും വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇത്തിരി കൂടി ഒരു കെയർ കൊടുക്കണം അല്ലെ. അവർക്ക് അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം പെട്ടെന്ന് ആ സമയത്തിന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല.
അത് അമ്മയുടെ വയറ്റിൽ തന്നെ കിടന്ന് നേടേണ്ടതായിരുന്നു അല്ലെ. അതിക്ക് മുമ്പേ തന്നെയാണ് കുട്ടി എന്താണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട വരും അല്ലെ. അവരുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിംഗ് കെയർ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൻ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീടൈം ആൻഡ് ലോ ബർത്ത് വെയിറ്റ് ബേബി. നേരത്തെ കുട്ടി പ്രസവിക്കുന്ന കുട്ടികൾ അതുമാത്രം തന്നെ കുറച്ച് വെയിറ്റ് അല്ലെ, വെയിറ്റ് കുറഞ്ഞു. നമുക്കറിയാം 9 days കഴിഞ്ഞാലും കുട്ടിക്ക് സാധാരണ എല്ലാ കുട്ടികളെ പോലെ തന്നെയുള്ള വെയിറ്റ് ഇല്ലാതെ അല്ലെ, അതിൽ നിന്നും താഴേക്ക് പോകുന്ന വെയിറ്റ് ഉള്ള കുട്ടികളെ ആണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്? കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. അതായത് നമുക്കറിയാം അല്ലെ, അതുവരെയും പൊക്കിൾക്കുടിയിൽ നിന്നാണ് കുട്ടി എല്ലാ കാര്യങ്ങളും അല്ലെ അവനെ ജീവിക്കാനുള്ള എല്ലാം നേടിയിരുന്നത്. പിന്നെ പൊക്കിൾക്കുടി കട്ട് ചെയ്തിട്ടാണ് അല്ലെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു പൊക്കിൾക്കുടിയെ നല്ല വൃത്തിയായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് അല്ലെ ഉണക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്കറിയാം കുറച്ച് ഡേയ്സിനുള്ളിൽ അത് സാധാരണ നോർമലി ആയിരിക്കും അല്ലെ. അപ്പൊ അതുവരേക്കും അത് നല്ല വൃത്തിയായിട്ട് ഉണക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. then എന്താണ്? the care provider should receive the newborn at given intervals after delivery. അപ്പൊ എപ്പോഴും അല്ലെ അവിടെ ഒരു കെയർ പരിചരണം എപ്പോഴും ഈ ഡെലിവറിക്ക് ശേഷം അല്ലെ ആ കുട്ടികളിലെ നവജാത ശിശുക്കളായതുകൊണ്ട് തന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നെ അല്ലെ കുട്ടികളെയൊക്കെ പരിശോധിക്കേണ്ടതല്ല. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ, കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് കളർ ചേഞ്ചുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ശ്വാസത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് അറിയുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ ശ്രദ്ധിക്കണമെന്നുള്ളത്. അത്രയാണ് പ്രധാനമായിട്ടുള്ള ഒരു ന്യൂബോൺ കെയറിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. The point. Keep the cord dry and clean. കോഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിൾക്കുടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പൊക്കിൾക്കുടിയെ നല്ല അല്ലെ വൃത്തിയായിട്ട് തന്നെ ഉണക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന്. നമുക്കറിയാം പൊടിയൊക്കെ ഇട്ടിട്ടാണ് കുട്ടികൾക്ക് അതല്ലേ കുറച്ച് ഉണങ്ങുന്നവരേക്കും അതൊന്ന് നന്നായിട്ട് തന്നെ തുടച്ച് അല്ലെ കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കോഡ് ഡ്രൈ എന്നത്. പൊക്കിൾക്കുടിയെ നല്ല ഉണക്കി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. Clear ആയോ? Then sixth point, the care provider should receive the newborn at given intervals after delivery. ഡെലിവറിക്ക് ശേഷം ഓരോ ഇടവേളകളോട് കൂടിയിട്ട് ആണെങ്കിൽ കൂടി കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അല്ലെ. റിസീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പരിചരണം അല്ലെ മുൻകരുതലിന്റെ ഭാഗമായിട്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കൊച്ചുകുട്ടികളാണ് ചിലപ്പോഴൊക്കെ അല്ലെ ചിലപ്പോ അമ്മയോടൊപ്പം തന്നെയായിരിക്കും കുട്ടി കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കൂടി കുട്ടിക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാണ് പറയുന്നത് the care provider should receive the newborn at given intervals. ഇടവേളകൾക്ക് ശേഷമെങ്കിലും ഡെലിവറിക്ക് ശേഷം കുറച്ച് നാൾ ചിലപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വരുന്ന ആ ഫസ്റ്റ് 1 day അല്ലെ 1-2 ദിവസത്തേക്കൊക്കെ ഇച്ചിരി കെയർ കൂടുതൽ കൊടുക്കേണ്ടതായിരിക്കും. പിന്നെ അല്ലെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് കൈകാര്യം ചെയ്യും. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ, അതായത് ബേബിയോടൊപ്പം കുട്ടിയെ കിടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ, മദറിനോട് അല്ലെ അമ്മയോടൊപ്പം തന്നെ കുട്ടിയെ കിടത്താനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ളത്. നമുക്കറിയാം കുട്ടിക്ക് അല്ലെ ആ ചൂടും ആ ഒരു ഉള്ളിൽ കിടന്ന് അത്രയും തന്നെ ചൂട് കിട്ടണമെങ്കിൽ നമുക്കറിയാം കുറച്ച് ടവലും ഡാർക്കിയും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞിട്ടാണെങ്കിൽ കൂടി അമ്മയോടൊപ്പം ചേർത്ത് കിടത്തുമ്പോൾ കുട്ടിക്ക് ആ ഒരു ചൂടും കൂടി അല്ലെ ഉള്ളിലുണ്ടാകുന്ന അതേ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാനായിട്ട് ഉണ്ടാവും, സാഹചര്യമുണ്ടാവും. ണോ കണ്ടിന്യൂ ചെയ്യാമോ? നെക്സ്റ്റ് നോക്കാം. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം.
നമ്മൾ കണ്ടു അല്ലെ, ലേബർ റൂമിന്റെ കുറച്ച് വിശേഷണങ്ങളൊക്കെ കണ്ടു, ഡെലിവറിയുമായി ബന്ധപ്പെട്ടും അതേമാതിരി തന്നെ ന്യൂബോണിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി അതില് ആ റൂമിന്റെ കുറച്ച് നിയമ നടപടികളാണ് പറയുന്നത്. Entry to the labor room should be indirect. Typically, a buffer zone requires to be made if possible to change our shoes, wear of mask, and cap before getting into the labor. അതായത് നമ്മള് ലേബർ റൂമിലേക്ക് കിടക്കുന്നതിനേക്ക് മുമ്പ് തന്നെ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഓർമ്മയിൽ തന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്താണ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് മാത്രമാണ് അതിൽ പ്രവേശിക്കുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഫർ സോൺ അല്ലെ, ഇതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ആ സ്ഥലത്ത് പോയി തന്നെ എന്താണ് അതിനാവശ്യമായിട്ടുള്ള ഷൂകളും അതേമാതിരി തന്നെ മാസ്കും ക്യാപ്പൊക്കെ ധരിക്കാൻ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. Entry to the labor room should be indirect. Typically, a buffer zone required to be made if possible to change shoes അല്ലെ. ഷൂസും കാര്യങ്ങളൊക്കെ ഓടി വന്നിട്ട് നമുക്ക് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാനൊന്നും സാധിക്കുകയില്ല. അവിടെ വന്ന് അല്ലെ ആ ഒരു ബഫർ സോണിൽ വന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം മാത്രമാണ് ലേബർ റൂമിൽ പ്രവേശിക്കാനായിട്ട് പാടുന്നത്. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse or ANM on duty and other support staff. അതായത് എല്ലാവർക്കും അല്ലെ, എല്ലാവർക്കും വഴി നടന്ന് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല ലേബർ റൂം എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും ഡെലിവറി അല്ലെ പ്രഗ്നന്റ് വുമൺ ഉണ്ടാവും, വുമണ് പ്രവേശിക്കാം. അദ്ദേഹത്തിന്റെ പാർട്ട്ണറിന് അല്ലെ ആ ടൈമിലൊക്കെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതായത് ഹസ്ബൻഡിന് അല്ലെ. അതേ ഇനിയിപ്പോ ഇൻ കേസ് അവരുടെ അഭാവത്തിൽ ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ആരെങ്കിലും ചിലപ്പോൾ അവരുടെ ഫാദറിനോ ആർക്കെങ്കിലും പെർമിഷൻ ഉണ്ടാവുമായിരിക്കും. അത് പിന്നെ ഒപ്പം തന്നെ എന്താണ് ഡോക്ടർ, നഴ്സ്, ANM എന്ന് പറയുമ്പോൾ ANM ഡ്യൂട്ടി എന്ന് പറയുന്നത് അതും ജസ്റ്റ് ഒന്ന് ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫ്. ആരെങ്കിലൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാം, ആർക്കെങ്കിലും എഴുതിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതാണ് ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫ് പറയും. ANMത്തിന്റെ ഫുൾ ഫോം ആണ് auxiliary nurse midwife. അതായത് നമ്മളുടെ അവരെ അല്ലെ അസിസ്റ്റ് ചെയ്യാനുള്ള നഴ്സുമാരുടെ മറ്റു കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്സിലിയറി. ഓക്കെ, ഞാൻ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്ന ഓർത്ത് തന്നെ വെയിറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ സ്പെല്ലിൽ പറഞ്ഞുതരാം. ഓക്സിലിയറി നിങ്ങൾ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ നോക്കി ചെയ്ത ഓക്സിലിയറി നഴ്സ് മിഡ്വൈഫ്സ്. ഓക്സിലിയറി എന്ന് പറയുമ്പോൾ സഹായിക്കുന്നവര് അല്ലെ, നഴ്സിംഗ്. ഓക്സിലിയറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. ചെയ്തോ? ഓക്സിലിയറി നഴ്സ് മിഡ്വൈഫ്. സ്പെല്ലിംഗ് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? AUXILAARY. ഓക്സിലിയറി നഴ്സ് മിഡ്വൈഫ്, നഴ്സ് ആൻഡ് മിഡ്വൈഫ്. അങ്ങനെ നോട്ട് ചെയ്യാം. അതായത് നമ്മൾ നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യാനുള്ള അല്ലെ, അസിസ്റ്റന്റ് നഴ്സുമാരുടെ ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് ANM എന്നുള്ളത്. അങ്ങനെയുള്ള ഡ്യൂട്ടിയിലുള്ള അല്ലെ, അവർക്ക് ഓരോരുത്തർക്കും നമുക്കറിയാം കുട്ടിയൊക്കെ വരുമ്പോഴത്തനുസരിച്ചിട്ട് അവരെ തുറക്കാനും പ്ലേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള നഴ്സുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സൺസ് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ്, മറ്റേതെങ്കിലും രീതിയിൽ അല്ലെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാം മാത്രമാണ് ആ ഒരു ലേബർ റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ആരൊക്കെയാണ് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഒന്ന് പ്രഗ്നന്റ് വുമൺ, ദെൻ ഹെർ ബർത്ത് പാർട്ണർ, ഡോക്ടർ, നഴ്സ് ഓർ ANM ഓൺ ഡ്യൂട്ടി ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ്. അത്രയും പേർക്കാണ് ലേബർ റൂമിൽ പ്രവേശിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. Then cleaning staff should be allowed period entry. അതായത് പീരിയോഡിക് ആയിട്ട് അവര് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഓരോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ
കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ക്ലീനിങ് കാര്യങ്ങളും വേണ്ടി വരും. അപ്പൊ അവരുടെ പീരീഡ് അനുസരിച്ചിട്ട് അവർ ഡ്യൂട്ടി ചെയ്യാനായിട്ടും കയറുക എന്നാണ്. The next point, before getting into the room, slippers, cap, and mask should be worn by all visitors, including the companion. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ബഫർ സോണിലൊക്കെ കയറി ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച്, അതായത് ധരിക്കേണ്ടതൊക്കെ ധരിച്ചിട്ട് മാത്രം കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പുറത്തുനിന്ന് ഒരു പേഴ്സൺസിനെ കാണിക്കാനാണെങ്കിലും അല്ലെ, കുട്ടി ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വുമണ്ണെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും അവരെയൊക്കെ എല്ലാം തന്നെ എന്താണ് കയറുന്നതിന് മുമ്പ് തന്നെ സ്ലിപ്പറും ക്യാപ്പുകളും അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ക്യാപ്പും മാസ്ക് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, സ്ലിപ്പേഴ്സ്, ക്യാപ്പ് ആൻഡ് മാസ്ക് ഷുഡ് ബി വോൺ ബൈ ഓൾ വിസിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ കമ്പാനിയൻ. അതായത് അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ മറ്റേത് വിസിറ്റേഴ്സ് ആണെങ്കിലും അവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഡ്രസ് കാര്യങ്ങളൊക്കെ അല്ലെ മുൻകരുതലായിട്ട് രോഗാണുക്കളൊന്നും അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ട് കയറാൻ പാടും. നെക്സ്റ്റ് എന്താണ്, എനി വിസിറ്റ്സ് ഓഫ് പീപ്പിൾ അതർ ദാൻ ഓൺ ഡ്യൂട്ടി സ്റ്റാഫ്, പ്രഗ്നന്റ് വുമൺ and birth companion to the labor room should be short and time to the task such as cleaning etc. അതായത് ഒരുപാട് നേരം അവർക്ക് ചെലവഴിക്കാനായിട്ട് അവസരമുണ്ടാവും. അവരിപ്പോ ലേബർ റൂമിൽ ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ചെലവഴിക്കാൻ അവസരമുണ്ടാവും? ഇല്ല അല്ലെ, നാച്ചുറലി നമുക്ക് അറിയാവുന്നതാണ്. അതാണ് ആ പോയിന്റ് എടുത്ത് പറയുന്നത്. അവർക്ക് അവരുടെ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് അല്ലെ, പ്രഗ്നന്റ് വുമൺ ആൻഡ് ബർത്ത് കമ്പാനിയൻ ടു ദ ലേബർ റൂം ഷുഡ് ബി ഷോർട്ട് ആൻഡ് ടൈം ടു ദ ടാസ്ക്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നിർദ്ദേശിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടികൾ എന്താണോ ആ ഡ്യൂട്ടി ചെയ്തിട്ട്, അത് ആർക്കാണെങ്കിലും എന്ത് ഡ്യൂട്ടിയാണ് ലേബർ റൂമിലുള്ളത് ആ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരിച്ച് ലേബർ റൂമിൽ നിന്ന് തിരിച്ചു പോരേണ്ടതാണ്. അത് ഇൻ കേസ് ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും അവരവരുടെ ടേം അനുസരിച്ചിട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് അവരെ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി confined only to those who are on duty or have been called for any accessories and fittings. അതായത് നമുക്കറിയാം മെയിൽ സ്റ്റാഫ് അല്ലെ, നമുക്ക് ഏത് റൂം ഇതിലൊക്കെ ആണെങ്കിലും ഇലക്ട്രിക്കലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും അല്ലെ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ഒക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. തീർച്ചയായിട്ടും അതിനൊക്കെ മെയിൽ സ്റ്റാഫിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അവർക്ക് അത് പോയി ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം അല്ലെ. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ദേ ഷുഡ് ബി ഹംബിൾ ആൻഡ് gracious to dignity and privacy of the woman. അതായത് അവര് ആ ഒരു മെയിൽ സ്റ്റാഫ് ആണെങ്കിലും അല്ലെ അവര് ഒരു റെസ്പെക്ടബിൾ, എല്ലാവരും എന്താ പറയുക, നമ്മളെ സ്ത്രീകളോടുള്ള ഒരു മര്യാദ പുലർത്തുന്ന അല്ലെ, അവര് മാക്സിമം അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് അവിടേക്ക് പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തില് അവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെ, അവരെ ഒന്നും ബഹുമാനാർത്ഥം കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസിന് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാം. ദെൻ അവരുടെ ഡ്യൂട്ടി ചെയ്തതിനു ശേഷം അവർക്ക് തിരിച്ചു പോരേണ്ടതാണ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവാം അല്ലെ, എന്തെങ്കിലും ഡാമേജിങ് കാര്യങ്ങളൊക്കെ റിപ്പയർമെന്റ് ഒക്കെ കാര്യങ്ങളും വരാം. അപ്പൊ മെയിൽ സ്റ്റാഫിനും അവിടെ കയറി ചെല്ലേണ്ടതുണ്ടാവും. അവർ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോരേണ്ടി വരും. പിന്നെ അങ്ങനെയുള്ളവരില് പ്രധാനമായിട്ടും അല്ലെ അവർക്കൊരു പരിഗണന കൊടുക്കുന്ന ഒരു പേഴ്സൺസ് ആയിരിക്കണം എന്നുള്ളത്. പ്രധാനമായിട്ടും അവരുടെ അല്ലെ സ്വകാര്യതയെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിനയത്തോടു കൂടിയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ആയിരിക്കണം. അവരങ്ങനെ കയറിയിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് ചെയ്യേണ്ടത്. മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി കൺഫൈൻഡ് ഓൺലി ടു ദോസ് ഹു ആർ ഓൺ ഡ്യൂട്ടി ഓർ ഹാവ് ബീൻ കോൾഡ് ഫോർ എനി അക്സസറീസ് ആൻഡ് ഫിറ്റിംഗ്സ്. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക.
ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സിമ്പിൾ ആണ് അല്ലെ? പോയിന്റ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. അതായത് ലേബർ റൂമിലെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കാം. ഓൾ ദ സ്റ്റാഫ് മസ്റ്റ് വെയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്സ് അറ്റ് ദ ടൈം ഫോർ പെർഫോമിംഗ് ഡെലിവറി ആൻഡ് ഓൾ അതർ ടൈംസ് ഗ്ലവ്സ് ആൻഡ് മാസ്ക് മസ്റ്റ് ബി വോൺ. അതായത് അവരുടെ ഡെലിവറിയുടെ ടൈമിലാണെങ്കിൽ അവിടെ പ്രവേശിക്കുന്ന ടൈമുകളിലെല്ലാം തന്നെ സ്റ്റാഫുകൾ ഫസ്റ്റ് ആയിട്ടും അവരുടെ അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ആയ ക്യാപ്പുകൾ മാസ്കുകളൊക്കെ ധരിച്ചിരിക്കണം എന്നുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോൾ ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഡിസ്പോസൽ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ് വൈൽ എക്സാമിനിങ് ഓർ ദ ഡെലിവറി. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ ഡെലിവറിയോടനുബന്ധിച്ച് എന്തെങ്കിലും പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം അല്ലെ. ഗ്ലൗസ് എല്ലാം തന്നെ ധരിക്കണം, അത് സ്റ്റെറിലൈസ് ചെയ്തിരിക്കുക, അണുവിമുക്തമാക്കിയിട്ടുള്ള അതായത് അത്തരത്തിലുള്ള അല്ലെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ ഗ്ലൗസുകളൊക്കെ തന്നെയാണ് ധരിക്കേണ്ടത്. ഞാൻ എപ്പോഴും എന്താണ് ഹാൻഡ് വാഷ് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകണം. നമ്മൾ കണ്ടായിരുന്നു ഇത് കഴിയുമ്പോഴും അവര് ഹാൻഡ് വാഷ് കഴിഞ്ഞിട്ടാണ് കുട്ടിയെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെപ്പോഴും ഓരോ ടൈമില് എപ്പോഴൊക്കെ ഗ്ലൗസുകൾ മാറ്റിയാലും അതിനനുസരിച്ചിട്ട് തന്നെ ഹാൻഡ് വാഷ് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. Then protocol for infection prevention, that is adherence, sorting out and disposal in the bins should strictly be adhered, and the protocol posters should be wall mounted in the area where color coded bins are located. അതായത് അവിടുത്തെ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, ആ വേസ്റ്റുകളെല്ലാം നമുക്ക് എല്ലായിടത്തും വലിച്ചെറിയാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം സുരക്ഷയുടെ ഭാഗമായിട്ട് അല്ലെ നമുക്ക് അണുബാധയൊന്നും പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ് വേസ്റ്റുകളെല്ലാം. അതിന് വേണ്ടിയിട്ട് അല്ലെ മൗണ്ടഡ് ഇൻ ദ ഏരിയ എന്ന് പറയുന്നത് വാളിൽ അല്ലെ നമ്മള് ചുവരയിലൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം ഇന്ന പ്ലേസിലാണ് ഇന്നതൊക്കെ നിക്ഷേപിക്കേണ്ടത് അല്ലെ, വേസ്റ്റുകളൊക്കെ ഇവിടെയാണ് ഉള്ളത് അല്ലെ. അതനുസരിച്ചിട്ടുള്ള ഒരു മുൻകരുതൽ അല്ലെ, അതായത് അതിന് ഒരു അല്ലെ ആ ഒരു മുൻഗണന കാണിച്ചുകൊണ്ട് അതായത് വേസ്റ്റുകൾക്കൊക്കെ ഏതൊക്കെ ബിന്നുകളാണെന്നുള്ളത്, ഏതൊക്കെ കളേർഡ് ബിന്നിലാണ് അത് നിക്ഷേപിക്കേണ്ടതെന്നെല്ലാം അവിടെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും, പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് അവിടെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ വേസ്റ്റുകളെല്ലാം. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ദാറ്റ് അഡ്ഹറൻസ് അല്ലെ. അഡ്ഹറൻസ് എന്ന് വെച്ചാൽ വഹിക്കുക. നമ്മളിപ്പോ ഏതെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ സംഭവങ്ങളാണ് നമ്മൾ മുൻകരുതലിന്റെ ഭാഗമായിട്ട് അവിടെ ധരിക്കുകയും കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ ആ ഒരു അതിൽ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം സോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ തരംതിരിക്കണം അല്ലെ. അത് അതായത് ഓരോ ബിന്നുകളിലേക്ക് നിക്ഷേപിക്കണം. എന്താണ് അപകടകരമായ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. കുറച്ചും കൂടി അല്ലെ വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സോർട്ടിങ് അതായത് തരംതിരിച്ച് നിക്ഷേപിക്കുന്നത് ഓരോ ബിന്നിലൊക്കെ കൃത്യമായിട്ട് തന്നെ അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം അല്ലെ. ലേബർ റൂമിൽ നമ്മള് ഒരു കാര്യം ഒരു ഹാളിൽ എഴുതി ഒട്ടിച്ച് വെച്ച് അതിന്റെ അടിയിലും ഓരോ കളർ പിന്നുകളൊക്കെ ഏർപ്പെടുത്തി വെച്ചാൽ മാത്രം എല്ലാവരും അതിലേക്ക് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്നില്ല. അവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു വാച്ച് ഔട്ട് നടത്തണം അല്ലെ. അത് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത് എന്ന്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ that adherence, sorting out and disposal in the bins should strictly be adhered, and the protocol poster should be wall mounted in the area where color coded bins are located. അവിടെ കളർ കോഡുകളൊക്കെ കൊടുത്തതനുസരിച്ചിട്ടുള്ള ബിന്നുകളിൽ തന്നെ വേസ്റ്റുകളെല്ലാം നിക്ഷേപിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം എന്നുള്ളത്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യം മാത്രമാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ലേബർ റൂമിന്റെ വീണ്ടും നമ്മൾ കണ്ട പോയിന്റ്സുകളിലൊക്കെ ഉൾപ്പെടുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി അല്ലേ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രണ്ടും. അതാണ് പ്രധാനമായിട്ട് തിരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വായിച്ച് നോക്കാം.
കണ്ടിന്യൂ ചെയ്തോട്ടെ. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. അതായത് ഇത് നമ്മൾ പറഞ്ഞു അല്ലെ, കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഒന്ന് സൂപ്പർവൈസ് ചെയ്ത് ശരിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അത് എല്ലാവരും ഫോളോ ചെയ്ത് പോകും അല്ലെ, അത് കൃത്യമായിട്ട് നടപ്പാക്കി പോകും. അങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. എന്തെങ്കിലും വേണോ? എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് ഓക്കെ സൂപ്പർവൈസിങ് വേണം. അതായത് അതിന് ശരിയായിട്ടാണോ, ആ നിയമങ്ങൾ അനുസരിച്ചാണോ കാര്യങ്ങൾ ചെക്കിങ്, ഓക്കെ അതാണോ നടപ്പാക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് ചില നടപടികളൊക്കെ എടുത്താൽ മാത്രമാണ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. പ്രത്യേകിച്ചും ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് അല്ലെ, എന്തെങ്കിലും സൂപ്പർവൈസിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നികത്തി പോയാൽ മാത്രമാണ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അല്ലെ അണുക്കളൊന്നും അണുബാധയൊന്നും ഏൽക്കാതെ തന്നെ ഓരോ പേഷ്യൻസിനും സുഖപ്രദമായി തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ട് സൂപ്പർവിഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി completed and signed by the supervisor who conducts a visit of the labor room. അതായത് അവിടെ അല്ലെ നീറ്റ്നെസ് ചെക്ക് ചെയ്യേണ്ടത് മസ്റ്റ് ആണ് അല്ലെ. അത് ഇവാലുവേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ വിലയിരുത്തുക. ഷുഡ് ബി എന്താണ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ. ആരാണ് സൈൻ ചെയ്യണമെന്ന് പറയുന്നത്? സൂപ്പർവൈസർ സൈൻ ചെയ്യണം അല്ലെ. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം, അത് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം സൂപ്പർവൈസർ സൈൻ ചെയ്യണം. എന്താണ് നമ്മൾ ഓരോ ഇതനുസരിച്ചിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഓരോ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസർ വന്ന് അതിനനുസരിച്ചിട്ട് തന്നെ അത് ചെക്ക് ചെയ്ത് അത് ക്ലിയർ ആയിട്ട് പോകുന്നു എന്നുള്ളതനുസരിച്ചിട്ട് അവര് സൈൻ ചെയ്ത് പോകണം. നെക്സ്റ്റ് എന്താണ്? ഫെസിലിറ്റി ഇൻചാർജ് ഷുഡ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് ഡ്യൂറിങ് ഈച്ച് വീക്ക്. അവിടെ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്. എന്താണ് ആ ഒരു കാലയളവൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് അല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള പേഴ്സൺ അല്ലെ, അദ്ദേഹം ഈ ലേബർ റൂമിൽ ഇൻചാർജ് ഉള്ള പേഴ്സൺ എന്താണ് പ്രധാനമായിട്ടും ഈച്ച് വീക്കിലും ഓരോ വീക്കിലും 2 പ്രാവശ്യമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരു ചെക്കിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ വരയണം എന്നുള്ളതാണ്. ഫെസിലിറ്റി ഇൻചാർജ് ഷുഡ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് ഡ്യൂറിങ് ഈച്ച് വീക്ക്. ഓരോ ആഴ്ചകളിലും 2 പ്രാവശ്യമെങ്കിലും ഇൻചാർജ് ഉള്ള ലേബർ റൂമിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സൺ വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം. നെക്സ്റ്റ് എന്താണ്? ദ OBG ഓർ MU. എന്താണ് OBG എന്ന് പറയുന്നത്? ഒക്കെ പഠിച്ചു പോയതാണ്, ഓർമ്മയുണ്ടോ? OBG എന്ന് പറയുന്നത് ഒറ്റ പേരാണ്. ഒറ്റ പേര് മീൻസ് OB എന്നുള്ള ഒറ്റ പേരാണ്. അത്രയും ക്ലൂ. അതായത് നമ്മളുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പല പേരുകളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു. OB എന്ന് പറയുമ്പോ ഓക്കെ ഗുഡ്. ഒബ്സ്റ്റെറിക്സ് ഗൈനക്കോളജിസ്റ്റ്, ഒബ്സ്റ്റെറിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം. ഓക്കെ, ഒബ്സ്റ്റെറിക് ആൻഡ് ഗൈനക്കോളജി അല്ലെ. ഒബ്സ്റ്റെറിക് ആൻഡ് ഗൈനക്കോളജി ഓർ എന്താണ് മെറ്റേണിറ്റി യൂണിറ്റ്. ഓക്കെ, മെറ്റേണിറ്റി വാർഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഒബ്സ്റ്റെറിക് ഗൈനക്കോളജി maternity unit is in charge of the labor room is required visit the labor room twice every day. അപ്പൊ അതിന്റെ ഇൻചാർജ് അല്ലെ, ആ ഒരു മെറ്റേണിറ്റി യൂണിറ്റിന്റെ നമ്മൾ ആ ലേബർ റൂമിനെ മാത്രം പറയാനല്ല, ആ ഒരു വാർഡിനെ അല്ലെ, ആ ഒരു വാർഡിന്റെ ഇൻചാർജ് ഉള്ള വ്യക്തി ലേബർ റൂം എന്താണ് അവിടെ വിസിറ്റ് ചെയ്യണം. എത്ര പ്രാവശ്യമാണ്? ട്വൈസ്, 2 പ്രാവശ്യം. എവറി ഡേ, എല്ലാ ദിവസവും 2 പ്രാവശ്യം അല്ലെ ഈ ഒരു ഇൻചാർജ് ഉള്ള പേഴ്സൺ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് മറക്കാതെ നോക്കാം അല്ലെ, മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. The facility in charge should visit labor room twice during each week. അതേമാതിരി തന്നെ എന്താണ് ഈ യൂണിറ്റിന്റെ ഒബ്സ്റ്റെറിക് ഗൈനക്കോളജി വിഭാഗം അല്ലെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റിന്റെ വിഭാഗം അതിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സണും ലേബർ റൂം ഒരു ദിവസത്തില് 2 പ്രാവശ്യം വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം. Then എന്താണ്? The nursing supervisor or nurse in charge should visit at least once every shift. അതായത് ഓരോ ഷിഫ്റ്റിനും അല്ലെ, ഓരോ ഷിഫ്റ്റിനും എന്താണ് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ഒരു നഴ്സ് ഇൻചാർജ്
നമുക്കറിയാം ലേബർ റൂമിനെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ലയബിൾ ആയിട്ടുള്ള ബാധ്യതയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ആ സൂപ്പർവൈസർ എല്ലാ ദിവസവും തന്നെ അല്ലെ, ഈ നെവറി എല്ലാ ദിവസത്തിലും ഓരോ ഷിഫ്റ്റുകളിലും അദ്ദേഹം എന്താണ് വിസിറ്റ് ചെയ്ത് പോകണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് വൺസ് അല്ലെ, ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്ത് പോകണം. Then next എന്താണ്, the supervisors should also analyze the availability of essential supply and also make sure that all essential practices are being done suitably and in a timely manner. അതായത് ഞങ്ങൾക്കറിയാം അല്ലെ, അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എല്ലാ സംഭവങ്ങളൊക്കെ ഒരുക്കി വെക്കുകയും വേണം, ഒപ്പം തന്നെ സമയത്തിനും അത് കൃത്യമായിട്ട് തന്നെ അല്ലെ ടൈംലി മാനറിൽ നമ്മൾ അതെല്ലാ സാധനങ്ങളും അല്ലെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അവിടെ സപ്ലൈ ചെയ്യാനായിട്ട് കരുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. The supervisor should also analyze the availability of essential supplies. എന്തൊക്കെയാണ് അവിടെ ആവശ്യം വേണ്ടി വരുന്നത്, അതൊക്കെ മതിയായ രീതിയിലുണ്ടോ എന്നൊക്കെ അദ്ദേഹം അല്ലെ സൂപ്പർവൈസറൊക്കെ എവാലുവേറ്റ് ചെയ്യണം. Also make sure that essential practices are being done suitably in a timely manner. സമയത്തിന് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, മതിയായ രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തുക. എന്താണ്, every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take a part. അതായത് ഒരു ലേബർ റൂമിന്റെ ഭാഗം എന്ന നിലയ്ക്ക് അല്ലെ അവിടെ എന്താണ് പ്രധാനമായിട്ടും മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാം. അതെ അല്ലെ, അവിടെ പറയുന്നുണ്ട് എവറി മന്ത് ഈ ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ് അല്ലെ, ഒരു പുനരവലോകനം എന്നുള്ള നിലയ്ക്ക് എല്ലാ മാസവും ഒത്തുകൂടണം. അവിടെ ആരൊക്കെ ഒത്തുകൂടണം, അവിടെ പ്രത്യേകം പറയുന്നുണ്ട് വേർ ഓൾ സ്റ്റാഫ് ഇൻവോൾവഡ് ഇൻ കെയർ ഇൻ ദ ലേബർ റൂം. ലേബർ റൂമില് അല്ലെ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കെയർ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ആ മീറ്റിംഗില് റിവ്യൂ മീറ്റിംഗില് എല്ലാ മാസവും ഒരു ദിവസം ഉള്ള ആ മീറ്റിംഗില് പങ്കെടുക്കണം. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. എന്താണ് പോണ്ടേഴ്സ് എന്ന് പറയുന്നത്, പോണ്ടർ എന്ന് പറയുന്നത് ചിന്തകൾ അല്ലെ. അങ്ങനെ മീറ്റിംഗ് കൂടുമ്പോൾ എന്താ പ്രത്യേകത, മീറ്റിംഗ് കൂടുമ്പോൾ പറയാം അല്ലെ, ഒരു മാസത്തെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവട്ടെ. എപ്പോഴും എന്തായിരിക്കും പങ്കുവെക്കുക, പുതിയ കാര്യങ്ങൾ ഓക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ഭേദഗതികളൊക്കെ വരുത്തണോ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ, അല്ലെങ്കിൽ ചിലതൊക്കെ ഒഴിവാക്കേണ്ട സമയമായി എന്ന് വെച്ച് ഒഴിവാക്കി കളയണോ, പുതിയ എന്തെങ്കിലുമൊക്കെ രീതികളൊക്കെ അപ്ലൈ ചെയ്യണോ, അതിപ്പോ ക്ലീനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേതിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ അല്ലെ കോണ്ടറുകളൊക്കെ രൂപീകരിച്ച് നല്ല ചിന്തകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. They should ponder on way to improve the quality അല്ലെ, നല്ല ഒരു ഗുണമേന്മയുള്ള രീതിയിലേക്ക് ലേബർ റൂമിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ആവശ്യമായ ചിന്തകളിൽ നിന്ന് വഴിത്തിരിവായിട്ട് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. Then എന്താണ് ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൂടെയുണ്ട്. ലേബർ റൂം ഷുഡ് thus provide a standardized and high quality service during childbirth. Control of infection and safety are also vital factors looked into the labor room. അതായത് നമ്മളെപ്പോഴും അല്ലെ അവിടെ പ്രധാനമായിട്ടും നമ്മളെപ്പോഴും എന്താണ് ഏതോ ഹോസ്പിറ്റലും ഇച്ചിരി നല്ല സൗകര്യങ്ങൾ നല്ല ഒരു അല്ലെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഇച്ചിരി കൂടി അട്രാക്റ്റബിൾ ആവുള്ളൂ അല്ലെ. അപ്പൊ ഹൈ ക്വാളിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ഗുണമേന്മയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഒപ്പം തന്നെ നല്ല മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അല്ലെ നല്ല ഇതുകളാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെന്താ പ്രധാനമായിട്ടും പറയുന്നത് ഇൻഫെക്ഷൻ അല്ലെ, അവിടെ അണുബാധ ഇല്ലാതിരിക്കാനുള്ള ഒരു കൺട്രോളിങ് അത് കാര്യക്ഷമമായിട്ട് നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആൻഡ് സേഫ്റ്റി ആർ ഓൾസോ വൈറ്റൽ ഫാക്ടേഴ്സ് ലുക്ക്ഡ് ഇൻടു ദ ലേബർ റൂം. അതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ. അതായത് സുരക്ഷ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാത്ത കാര്യങ്ങള്, അതല്ലെങ്കിൽ പുതിയ അല്ലെ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സേവനങ്ങള്, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നല്ലൊരു ലേബർ റൂമിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ആ സൂപ്പർവൈസ് ചെയ്യാൻ വരുന്നത്
ഒക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാവുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ OBG അല്ലെങ്കിൽ RMU അതൊക്കെ ഇടയ്ക്കെങ്കിലും അല്ലെ എന്താ എന്നുള്ളത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബ്രീഫായിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. നമ്മൾ അത് എക്സ്പാൻഡ് ഫോമുകൾ മനസ്സിലാക്കി എഴുതി വെക്കേണ്ടതുണ്ടാവും. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. പിന്നെന്താണ് പിന്നെ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ന്യൂബോൺ കെയറിൽ പ്രോപ്പർ കെയറിൽ എന്തൊക്കെയാണ് പ്രോട്ടോകോളുകൾ വരുന്നത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതൊക്കെ ഉള്ളത് ചിലപ്പോൾ 2-3 ഓപ്ഷൻസ് ഒക്കെ തരും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനും പറ്റുന്ന മതിയായ പോയിന്റ്സ് ആണെങ്കിൽ നമുക്കറിയാം ഒക്കെയാണ് അല്ലെ. ചിലപ്പോ എന്തെങ്കിലും പെടാത്തത് ചെയ്ത് പെടുന്നത് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പോയിന്റ്സ് ഒക്കെ നമുക്കറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ അതേമാതിരി ഇവിടെ ചെറുതായിട്ടൊരു ANM ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും പെട്ടെന്നത് അല്ലെ നമ്മളിപ്പോ ഓക്സിലിയറി എന്താണ് അങ്ങനെ തന്നെയാണോ അല്ലെ, ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫ് അതൊക്കെ തന്നെയാണോ എന്നൊക്കെ ആ നേരത്തൊക്കെ ഓർമ്മ വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കുക. ലോ ബർത്ത് വെയിറ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. Every month, a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. അതായത് ലേബർ റൂമിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ, നഴ്സുമാരുടെ സേവനമുണ്ട്, ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്, ക്ലീനിങ് സ്റ്റാഫിന്റെ സേവനമുണ്ട്, അസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ സേവനമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സേവനങ്ങൾ അവിടെ കാഴ്ചവെക്കും അല്ലെ പേഷ്യൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് 1 മാസത്തിൽ 1 പ്രാവശ്യമാണ് ഇങ്ങനെ റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിലെല്ലാ അംഗങ്ങളും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്നാണ്. അതിലെന്താ പ്രധാനമായിട്ടും ആ ഒരു പങ്കെടുപ്പിൽ നടക്കുന്നത്, they should ponder on ways to improve the quality in the labor room. Feedback of a supporting supervision should also be shared during these meetings. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലെ. അവിടെ സൂപ്പർവൈസേഴ്സും നിയമ നടപടികളൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇറക്കി ചെക്ക് ചെയ്ത് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് അല്ലെ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഇവരോടൊക്കെ അല്ലെ എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗത്താണ്, നഴ്സുമാരുടെ ഡ്യൂട്ടിയിലാണോ, ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടിയിലാണോ, ക്ലീനിങ് സ്റ്റാഫിന്റെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ നമുക്കറിയാം. ഇപ്പൊ ഓപ്പൺ ടെക്നിക്സ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമാണ് അല്ലെ. പണ്ടത്തെ മാതിരത്തെ തുടയും കാര്യങ്ങളൊന്നല്ല, മെഷീന്റെയും കൂടി സഹായത്തോട് കൂടിയിട്ട് വളരെ നല്ല അല്ലെ നല്ല കൃത്യമായിട്ട് തന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് സൂപ്പർവൈസിംഗിന് പോയിരിക്കുന്ന വ്യക്തികളൊക്കെ അതൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ അതിൽ നിന്നും എന്താ സംഭവിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ നല്ല ഗുണമേന്മയുള്ള രീതിയിൽ തന്നെ അവിടെ എന്തോ ഒരു പോയിന്റ് വന്നപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. MU ഓക്കെ അവിടെ മെറ്റേണിറ്റി യൂണിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ നല്ല ഗുണമേന്മയുള്ള കാര്യങ്ങൾ ഓരോ ലെവലിലും മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ MU എന്നുള്ളത് മെറ്റേണിറ്റി, അതായത് നമ്മൾ ആദ്യ ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ കണ്ടിട്ടുണ്ട് അല്ലെ. ഒബ്സ്റ്ററിക് ഗൈനക്കോളജി അതിനിടയിൽ തന്നെ വരുന്നുണ്ട് അല്ലെ, മെറ്റേണിറ്റി വാർഡ് എന്നൊക്കെ പറഞ്ഞു. അതാണ് ഉദ്ദേശിക്കുന്നത് മെറ്റേണിറ്റി യൂണിറ്റ്. അതായത് പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട ഓരോ വീട് എടുക്കുക. വേറെ എന്തെങ്കിലും ക്ലിയറാണോ? ലെസണും കൂടി നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 5th പോയിന്റ്.
ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ സൂപ്പർവൈസേഴ്സ് ഷുഡ് ഓൾസോ അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസ്. അവൈലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭ്യത അല്ലെ. അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ സപ്ലൈ. നമുക്കറിയാം ലേബർ റൂമിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, അവിടെ ആവശ്യമായിട്ടുള്ള കൊച്ചു ചിലപ്പോൾ കുട്ടിയെ തുടയ്ക്കാനും പിടിക്കാനുള്ള കുറച്ച് തുണികളൊക്കെ നേരത്തെ കുട്ടി കരുതി വെക്കേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ചെയ്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ അല്ലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർവിഷൻ ഷുഡ് ഓൾസോ അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് എസെൻഷ്യൽ പ്രാക്ടീസസ്. നമ്മളിപ്പോ മതിയായ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ എസെൻഷ്യൽ പ്രാക്ടീസസും ഓരോരുത്തർക്ക് ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേന്ന് നമ്മളിപ്പോ നേരത്തെ കണ്ടു. ഒരു മീറ്റിംഗ് ഒക്കെ കൂടുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് 6th പോയിന്റിൽ കണ്ടു അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രാക്ടീസുകളെല്ലാം അവർ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സൂപ്പർവൈസേഴ്സ് ആണ് അത് നമ്മൾ പറഞ്ഞു ചെക്ക് ചെയ്യണം. അത് വരുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമാണ് അവിടെ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടെന്നും അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തോളൂന്നും സൂപ്പർവൈസേഴ്സിന് മനസ്സിലാവുകയുള്ളൂ അല്ലെ. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? സൂപ്പർവൈസറുടെയാണ്. All essential practice are being done suitably and in a timely manner. അത് കൃത്യസമയത്ത് തന്നെ അവർക്ക് കൊടുത്താൽ മാത്രമാണ് അവരുടെ ടൈമിംഗിൽ തന്നെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് അവിടെ ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലേബർ റൂം അപ്പോ കംപ്ലീറ്റ് ആയല്ലോ. ഒരു നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ചാപ്റ്ററിന്റെ പേര് അപ്പുണ്ടോ? ചാപ്റ്റർ 13. ഓക്കെ, എന്താ പേര്? ചാപ്റ്ററിന്റെ പേര് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുണ്ടോ ഇപ്പോ? OBGMU മീനിങ് അപ്പോ ഞാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് OBG എന്താണ്, മെറ്റേണിറ്റി എന്താണ്. OBG ഒബ്സ്റ്ററിക് ആൻഡ് ഗൈനക്കോളജി സർവീസസ്. ഇതെന്ത് സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്? ലേബർ റൂമിലെ സർവീസ് ആണ് അല്ലെ. ഒബ്സ്റ്ററിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം, അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഒബ്സ്റ്ററിക്സ് ആൻഡ് ഗൈനക്കോളജി സർവീസസ് ആണ് പ്രാക്ടീസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ഹോസ്പിറ്റൽ വെയർ ഒബ്സ്റ്ററിക്. Then maternity unit. Maternity unit എന്ന് പറയുന്ന മറ്റൊരു പേരാണ്. Deals with the process of a child birth. Child birth ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് അല്ലെ നടത്തുന്ന ഒരു പ്ലേസ്, ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഒബ്സ്റ്ററിക് വിഭാഗം അല്ലെങ്കിൽ ഗൈനക്കോളജി വിഭാഗം അല്ലെങ്കിൽ മെറ്റേണിറ്റി വിഭാഗം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. പല പേരിൽ അറിയപ്പെടുന്നതാണ്. ഓക്കെ, ഒബ്സ്റ്ററിക് ആൻഡ് ഗൈനക്കോളജി സർവീസസ്, മെറ്റേണിറ്റി വിഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിലൊന്നും പോയാലോ? ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എങ്കിലും കിട്ടുള്ളൂ. ഉണ്ടോ? കയ്യിലുണ്ടോ? കയ്യിലുണ്ടെങ്കിൽ എടുക്കാം.
ഓക്കെ, ഞങ്ങളെടുത്തോ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പോ നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ വേസ്റ്റുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ വേസ്റ്റിന് എന്താ പ്രത്യേകത, അവിടെ അണുക്കളൊക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. അത് നല്ല കെയറോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക്, രോഗികൾക്ക് ആ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിനും അല്ലെ, സ്റ്റാഫുകളായിട്ടുള്ള വർക്കേഴ്സിനും അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവും, വീടുകളിലുണ്ടാവാം, ഫാക്ടറികളിലുണ്ടാവാം, എല്ലായിടത്തും വേസ്റ്റുകളുണ്ട് അല്ലെ. പക്ഷെ ഹോസ്പിറ്റലിലെ വേസ്റ്റിന് നമുക്ക് ഇച്ചിരി കൂടി പ്രത്യേകത ഉണ്ട് എന്നുള്ളത് കാരണം അണുക്കൾ നിറഞ്ഞ വേസ്റ്റുകളായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അണുക്കള് നമുക്ക് സാധാരണ നോർമലി ഒരു വേസ്റ്റ് കൊണ്ട് ഇട്ടാലും അതിൽ അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതാണ് ഈ ഒരു പാഠത്തിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഒരു വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് വേസ്റ്റ് വരുന്നത്, അത് ഏതൊക്കെ പ്രോട്ടോകോളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്, എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ് എങ്കിലും നിങ്ങൾക്ക് എന്താണ് ഹോസ്പിറ്റലിലെ വേസ്റ്റ് എന്നുള്ളത്, അതായത് വേസ്റ്റിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇച്ചിരി കൂടി ശ്രദ്ധയോടുകൂടി ഇച്ചിരി ദിവസം എടുക്കുമായിരിക്കും. എനിവേ നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മുടെ അല്ലെ പ്രധാനമായിട്ട് എടുക്കുന്നത്. സ്പില്ലേജ് വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് വേറൊരു ലെസൺ ഉണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തോ ബയോമെഡിക്കൽ വേസ്റ്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് ആരെങ്കിലും എടുത്തോ? അപ്പൊ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് നോക്കാം. അതിലെ ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കുക. എനി ആറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ക്ഡ് ഫ്രം ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ ഓർ പ്ലേസ് ഇസ് റെഫർഡ് ടു ആസ് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റ് കൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓരോ വീട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ അല്ലെ ഏതെങ്കിലും പ്ലേസ് നമ്മളിപ്പോ ഒരു ബക്കറ്റില് അല്ലെ നമ്മളിപ്പോ ഒരു വെള്ളം തുടച്ച് ക്ലീൻ ആക്കി കൊണ്ട് ആ വെള്ളം നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോ അത് കവർ ചെയ്ത് അല്ലെ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കൊണ്ടുപോകുന്ന മാത്രയിൽ ചിലപ്പോൾ തുളുമ്പി പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഇല്ലേ? തോന്നാറില്ലേ? അങ്ങനെ സാധ്യതയില്ലേ? ബക്കറ്റില് വെള്ളമൊക്കെ നമ്മള് കൊണ്ട് അല്ലെ ഉണ്ട്. അപ്പൊ അത് സ്പില്ല് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ തുളുമ്പി പോകാനുള്ള സാധ്യതയാണ്. അതായത് കൂടുതലായിട്ട് വന്ന അല്ലെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ വേസ്റ്റുകള് അത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തുളുമ്പി പോകാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ബക്കറ്റ് മാത്രം യൂസ് ചെയ്യുന്ന മനസ്സിൽ ഓർത്താൽ പോരാട്ടോ. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഓരോരോ റെഗുലർ കളക്ട് ചെയ്യുന്നതും വേസ്റ്റ് ടൂൾസ് ഒക്കെ അതൊക്കെ നമ്മൾ ചെറിയ ഇതിലാണ് അല്ലെ ബിന്നിലൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്, അതായത് ചിലപ്പോൾ സിറിഞ്ചിലൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെയൊക്കെയും ഓവർഫ്ലോ വന്ന് സ്പില്ല് ആവാൻ സാധ്യതയുണ്ട് അല്ലെ. എന്തിലാണോ നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഓവർഫ്ലോ വന്ന് വേസ്റ്റ് സാധ്യതയുണ്ട് എങ്കിൽ അതിനെയാണ് സ്പിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുളുമ്പി പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിലും വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നേഴ്സില് അല്ലെ കൊണ്ടുപോകുന്ന ഇതിലെല്ലാം എന്തെങ്കിലും സാധ്യതയുണ്ടോ? തുളുമ്പി പോകുന്നതല്ലാതെ സാധ്യതയുള്ളത് എന്തെങ്കിലും ലീക്കേജ് വന്നാലും അല്ലെ, അത് ലീക്ക് ഔട്ട് സംഭവിച്ചാലും എന്താണ് അവിടെ വേസ്റ്റ് അണുക്കളൊക്കെ താഴേക്കൊക്കെ വരാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. ആ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്താണ് സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്കേജ് എന്നുള്ളത്? സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ വരുമ്പോൾ, ലീക്കേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അല്ലേ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കണ്ടെയ്നേഴ്സിൽ എന്തെങ്കിലുമൊക്കെ സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ പാഠത്തിലുടനീളം അതിൽ കുറച്ച് വേസ്റ്റും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനുള്ള കാര്യമാണ്. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. അതായത് നമ്മൾ ഏതെങ്കിലും കണ്ടെയ്നേഴ്സിൽ അല്ലെ നമ്മൾ ഈ മെറ്റീരിയൽ ഒക്കെ കളക്ട് ചെയ്ത് അത് അല്ലെ എവിടേക്കെങ്കിലൊക്കെ നമ്മൾ വേസ്റ്റ് ബിന്നിലേക്കൊക്കെ മാറ്റുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ലീക്കേജോ സ്പില്ലോ തുളുപ്പി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Hospitals, laboratories, industrial facilities, and homes are just a few places where this kind of garbage can be found. ഇത്തരത്തിലുള്ള ഈ മാലിന്യ കുംഭാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ലീക്കേജിൽ നിന്നൊക്കെ വരുന്ന മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തുളുമ്പി പോകുന്ന മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും അല്ലെ. ലബോറട്ടറികളിൽ കാണാം,
ഹോസ്പിറ്റലിലാണോ, ഇൻഡസ്ട്രീസ് എന്തെങ്കിലും വ്യവസായ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫാക്ടറികൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് സ്പില്ലേജ് വേസ്റ്റ്, വേസ്റ്റ് നല്ലതാ വേസ്റ്റ്. Spillage waste in a hospital may consist of blood, body fluids, chemicals or other potentially dangerous substances. അതായത് എന്തെങ്കിലും അല്ലെ ഇത്തരത്തിലുള്ള രീതികൾ നോക്കുമ്പോൾ ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ബ്ലഡ് അല്ലെ, നമ്മൾ ബ്ലഡ് എന്തെങ്കിലും എടുത്ത് എന്താണ് ഒരു ടെസ്റ്റ് ട്യൂബിലൊക്കെ നമ്മൾ അല്ലെ അതനുസരിച്ചിട്ട് നിറച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ലീക്കേജ് വരാം, അതല്ലെങ്കിൽ സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ ബോഡി ഫ്ലൂയിഡ്സുകൾ എന്തെങ്കിലും കളക്ട് ചെയ്ത് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ അല്ലെ ഡയഗ്നോസിസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രോഗനിർണയത്തിനൊക്കെ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള ലീക്കേജ് വരാം. കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, അതായത് കെമിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്കറിയാം എല്ലാ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ ലീക്കുകളൊക്കെ സംഭവിച്ചാൽ അവിടെയും എന്താണ് അത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് ഫോം ചെയ്യാനൊക്കെ ഉണ്ട് സാധ്യത. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ എന്താണ് അപകടകരമായിട്ടുള്ള ഈ വേസ്റ്റുകള് ഹോസ്പിറ്റലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ജസ്റ്റ് പറഞ്ഞത്. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് എന്നൊക്കെ പറയുമ്പോൾ റേഡിയേഷൻ അല്ലേ, റേഡിയേറ്റീവ് ചെയ്യാവുന്ന സംഭവങ്ങൾ വരുമ്പോൾ അതിന്റെ എന്തെങ്കിലും സ്പില്ലേജ്, അല്ലെങ്കിൽ മെർക്കുറി അല്ലെ, മെർക്കുറി സ്പില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. അതും എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ അറിയാല്ലേ നമ്മളുടെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നത് തെർമോമീറ്റർ അല്ലെ, അത് ചിലപ്പോൾ അറിയാതെ ഒന്നും പൊട്ടിത്തെറിച്ചതായിരിക്കാം, എങ്കിലും അതിൽ എന്തുണ്ട് മെർക്കുറി ഉണ്ട് അല്ലെ, അത് ലീക്ക് ഔട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ലീക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ജസ്റ്റ് ഞാനൊരു ഹെഡിങ് അല്ലെ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താ പറയാ സ്പില്ലേജ് വേസ്റ്റ് തുടങ്ങി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ സ്പില്ലേജ് വേസ്റ്റ്? ഓക്കെ, ജസ്റ്റ് വായിച്ചോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ നടത്താം. ഓവർഫ്ലോ അല്ലെങ്കിൽ ലീക്ക് ഔട്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ്. പിന്നെ വേസ്റ്റുകളുടെ ആണെന്ന് പലതരത്തിലുള്ള വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.